സ്പൈഡർമാൻ ആരും നോക്കണേ കാര്യമായിട്ട് ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കണ്ടല്ല. ഞാനാണ് ബാറ്റ്മാൻ. എൻ്റെ മടിയിലൊരു ബാറ്റ്മാനെ കൊണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ബാറ്റ്മാനാന്ന് പറയാ. എല്ലാം നോക്കാണ് സ്പൈഡർമാൻ. അമ്മാമ്മക്ക് എണീറ്റിരിക്കാൻ വയ്യ. ബാറ്റ്മാന് എണീറ്റിരിക്കാൻ വയ്യല്ല. അപ്പു സ്പൈഡർമാനാ അല്ലേ? വലിയ ആളായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ മടിയിലൊരു ബാറ്റ്മാൻ്റെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ബാറ്റ്മാൻ, അപ്പു സ്പൈഡർമാൻ അല്ലേ? അപ്പോൾ കണ്ടില്ലേ? ഇനി മതിയാക്കിയൂടെ? അവര് ഫ്രണ്ട്സൊക്കെ പറയേ, അയ്യോ സ്പൈഡർമാൻ ഒന്ന് ഓടി വന്നേ, ഞങ്ങളിങ്ങനെ ഒരു ആപത്തിൽ പെട്ടിരിക്കാന്ന് പറയും. അപ്പോൾ സ്പൈഡർമാൻ ഓടിപ്പോയി ബൈക്കുമ്മയും വലിയ ഇതുമ്മയൊക്കെ കയറിയിട്ട് ഓടിപ്പോയിട്ട് അതെ ഈ വണ്ടിയിലോടാ. അങ്ങനെയാണ് അപ്പു അല്ലേ? അപ്പം എല്ലാവരും സഹായിച്ചോളൂ കേട്ടോ. അപ്പോ നല്ല മോനായോളൂ. ആര് പറഞ്ഞു? അപ്പു പറഞ്ഞു. അപ്പൊ ഡാഡി പറഞ്ഞു അപ്പു അങ്ങനെ പറഞ്ഞല്ലേ ഡാഡി? അപ്പൊ അമ്മയ്ക്ക് അതിന് ദേഷ്യം വന്ന് ദേഷ്യം വന്നു. അടിച്ചിട്ടില്ല. അപ്പു വർത്താനം പറഞ്ഞ എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അതെന്തിനത്? അപ്പൊ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് സംഭവം വെടിവെച്ചു. അപ്പോഴാണ് അമ്മയ്ക്ക് ദേഷ്യം വന്നു അല്ലേ? വെടിവെക്കാൻ പാടില്ല. ആര് വെടിവെച്ച? അങ്ങനെ വെടിവെക്കാൻ പാടില്ല. ആരും വെടിവെക്കാൻ പാടില്ല. സ്പൈഡർമാനൊന്നും വെടിവെക്കില്ല വെറുതെ ആവശ്യമില്ലാണ്ടൊന്നും. സ്പൈഡർമാനെ ആൾക്കാരെ സഹായിക്കുക ചെയ്യുന്നത് കേട്ടാ. അങ്ങനെ ചെയ്തോളൂ. അപ്പൊ എല്ലാവരും അതെ സ്പൈഡർമാനെ വണ്ടിയിലൊക്കെ വന്നിട്ട് ആൾക്കാരെ സഹായിക്കുക. സ്പൈഡർമാനെ പിടിക്കാൻ വരല്ല. സ്പൈഡർമാൻ എല്ലാവരെയും സഹായിക്കും. സഹായിക്കണം. അപ്പു അങ്ങനെയാണ് ചെയ്യുക. ഫ്രണ്ട്സിനെയൊക്കെ സഹായിക്കണം. അമ്മാമ്മേനെ, അപ്പാപ്പനെ, മമ്മീനെ, ഡാഡീനെ ഒക്കെ സഹായിക്കണം. പിന്നെ നാട്ടുകാരെ. അതിനാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടത്. അല്ലാണ്ട് ഇതിട്ടിട്ട് അടിക്കാനല്ല. ഇതിട്ട് അടിക്കലല്ല പണി കേട്ടാ. അണ്ട് അവിടെ ഒരു ആപത്തൊക്കെ വരുമ്പോൾ അവർ സ്പൈഡർമാനെ വിളിക്കണ്ട. സ്പൈഡർമാൻ ഓടി ചെന്നിട്ട് അവരെയൊക്കെ സഹായിക്കും. അതാണ് സ്പൈഡർമാൻ ചെയ്യുന്നത്. അല്ലാണ്ട് എല്ലാവരും പോയി അടിക്കല്ല കേട്ടാ. മനസ്സിലായ?